നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാൻ PV അൻവർ ചന്തക്കുന്നിൽ നിന്ന് പ്രകടനമായി പോവുകയാണ്. ഇപ്പോൾ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഷ്കർ അലി കരിമ്പയും അർജുൻ കല്യാണും ഈ പ്രകടനത്തിന് ഒപ്പമുണ്ട്. അഷ്കർ അലി കരിമ്പ, എത്രത്തോളം പങ്കാളിത്തമുണ്ട്, എത്ര വോട്ട് പിടിക്കാൻ അൻവറിന് കഴിയുമെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലൂടെ പ്രകടനമായി കടന്നു വരികയാണ് അൻവർ, അല്ലേ? ശക്തമായൊരു പാർട്ടി സംവിധാനമോ കേഡർ സംവിധാനമോ ഇല്ലാതെയാണ് തൃണമൂൽ മത്സരത്തിന് രംഗത്ത് വരുന്നത്. സ്വാഭാവികമായും അതുമായി പരിഗണിച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു ആൾക്കൂട്ടത്തെ എത്തിക്കാൻ PV അൻവറിന് ഈ ഘട്ടത്തിൽ സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇടത് ഭാരത മുന്നണികൾക്ക് തന്നെ വലിയ തോതിലുള്ള പ്രചാരണവും നാമനിർദ്ദേശ പത്രികയ്ക്കും അതുപോലെ തന്നെ വാഹന പ്രചാരണത്തിനൊക്കെ തന്നെ വലിയ നൂറുകണക്കിന് ആളുകളെ അണിനിരത്തുന്ന പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളമുള്ളൊരു സജീവ സാന്നിധ്യം PV അൻവറുടെ ക്യാമ്പിലില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും PV അൻവറെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ഒറ്റ പോരാട്ടത്തിൽ PV അൻവറെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഇടയിൽ പ്രീതി പിടിച്ചു വെക്കാൻ മാത്രം, ശക്തി തെളിയിക്കാൻ മാത്രം കരുത്തുറ്റ ഒരു റാലി തന്നെ PV അൻവർ ഈ ഘട്ടത്തിൽ നടത്തുന്നെന്ന് പറയേണ്ടി വരും. അതിനനുസരിച്ചുള്ള ആൾക്കൂട്ടം, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് പുറമത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരടക്കമുള്ള വലിയൊരു ആൾക്കൂട്ടത്തെ ഇന്ന് ഈ റാലിയിലേക്ക് എത്തിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ശക്തമായൊരു സാന്നിധ്യമായി PV അൻവർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല PV അൻവർ പറയുന്നൊരു കാര്യം, തന്റെ റാലിക്ക് ആളുണ്ടാവില്ല, തന്റെ യാത്രയ്ക്ക് ആളുണ്ടാവില്ല, പക്ഷേ വോട്ടിംഗ് റിസൾട്ട് വരുമ്പോൾ ബൂത്തിലെത്തുന്ന ആളുകളുടെ മനസ്സിൽ താനാണ് ഉള്ളത് എന്നാണ് PV അൻവർ ഉന്നയിക്കുന്ന അവകാശവാദം. അങ്ങനെയെങ്കിൽ തനിക്ക് വലിയ വോട്ട് വീതം ലഭിക്കുമെന്നും PV അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരമൊരു അവകാശവാദവുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും ഒരു ആളുകളുടെ ഇടയിൽ പ്രീതി പിടിച്ച് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ആൾക്കൂട്ടത്തെ എത്തിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവറിന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിലേക്കുള്ള ചിത്രം അത് സൃഷ്ടിച്ചെടുക്കുമെന്ന് തന്നെയാണ് PV അൻവർ ലക്ഷ്യവെക്കുന്നത്. ഇടത് വലത് സ്ഥാനാർത്ഥികളെയും സ്വരാജിനെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയും അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് PV അൻവറുടെ ക്യാമ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കാവുന്ന വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെ അൻവർ നടത്തുന്നു എന്ന് പറയണം. ഇതിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യം പോകുന്നത് DV പ്രകാശിന്റെ വീട്ടിലേക്കാണ്. അത് സ്വാഭാവികമായി കോൺഗ്രസ് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ്. സമാനമായ രീതിയിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ സാമുദായിക വിഷയങ്ങളടക്കം ഉയർത്തിപ്പിടിച്ച് സ്വരാജ് ശബരിമല വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങളടക്കം ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ഏതൊക്കെ വിധത്തിൽ സാമുദായിക വോട്ടുകളെയും രാഷ്ട്രീയ വോട്ടുകളെയും ഒക്കെ തന്നെ വിള്ളൽ വീഴ്ത്താൻ കഴിയുമോ, അതിലേക്ക് എങ്ങനെ ഇടിച്ചു കയറാൻ കഴിയുമോ എന്നത് നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് PV അൻവറിന്റെ ശൈലി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അത്തരത്തിലുള്ള പ്രചാരണമാണ് മാധ്യമങ്ങളെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങളോടെ ആർഭാടമായി ചെണ്ടമേളത്തിന്റെയും അതുപോലെ DJ സോൺസിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ തന്നെ അകമ്പടിയോടെ അതിനോടൊപ്പം തന്നെ പുതിയ മുന്നണിയുടെ കൊടികളടക്കം ഈ റാലിയിൽ ഉയർത്തിയിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തികച്ചും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ നോമിനേഷൻ ഇറങ്ങുന്ന ഘട്ടത്തിലാണ് PV അൻവർ മുന്നണി പ്രഖ്യാപിക്കുന്നതെങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ മുന്നണിയുടെ പേരുകൾ പതിച്ചിട്ടുള്ള ഫ്ലെക്സുകളുമായി അത്തരം കൊടികളുമായിട്ട് തന്നെ ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലുള്ള JPPM എന്ന പേരിലുള്ള ഫ്ലെക്സുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റാലിയിൽ തന്നെ യുവാക്കളടക്കം പങ്കാളികളാവുന്നു. സ്വാഭാവികമായും നേരത്തെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം ആ മുന്നണി പ്രഖ്യാപനം PV അൻവർ നടത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു മണിക്കൂറിന് മുമ്പ് ഇത്തരത്തിൽ മുന്നണി പ്രഖ്യാപിക്കുന്നു. അതിന് ഒരു മണിക്കൂർ കഴിഞ്ഞ് റാലി ആരംഭിക്കുമ്പോഴേക്കും അതിന്റെ ഫ്ലെക്സുകൾ, അതിന്റെ കൊടികളും തോരണങ്ങളും ഒക്കെ തന്നെ ഈ റാലിയിൽ ഉയരുകയും ചെയ്തു. സ്വാഭാവികമായും അത്തരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള നീക്കമായി തന്നെ PV അൻവർ നടത്തുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ഘടകകക്ഷികളുടേതാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ കൂട്ടായ്മകളുടേതാണെങ്കിലും എല്ലാ ആളുകളുടെയും വോട്ട് പരമാവധി പിടിച്ച് തന്റെ ശക്തി തെളിയിക്കുക എന്നതിന്റെ ഒരു നീക്കമായിട്ട് തന്നെയാണ് PV അൻവർ ഇപ്പോൾ ഈ ഏറ്റവും അവസാന നിമിഷം മുന്നിൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. ഇനി ഏറ്റവും അറിയേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പാർട്ടി ചിഹ്നം അനുവദിക്കുമോ എന്നുള്ളതാണ്. PV അൻവർ പറയുന്നത് അതിന് സാങ്കേതികമായി ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ദേശീയ പാർട്ടി പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയൊരു സംസ്ഥാനത്ത് ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതിനകത്ത് സംസ്ഥാന പദവി ലഭിക്കണം. അതല്ല എങ്കിൽ അതിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. PV അൻവർ നാമനിർദ്ദേശ പത്രം നൽകുമ്പോൾ ഒന്നാമത്തെ ചിഹ്നമായി തൃണമൂലിന്റെ ഔദ്യോഗിക ചിഹ്നം നൽകിയിട്ടുണ്ടെങ്കിലും അത് പരിഗണിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ മറ്റ് സ്വതന്ത്ര ചിഹ്നങ്ങൾ കൂടി അതിനോടൊപ്പം തന്നെ PV അൻവർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്നുണ്ട്. നേരത്തെ PV അൻവർ മത്സരിച്ചിരുന്നത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലും കത്രിക ചിഹ്നത്തിലും ഒക്കെ തന്നെയാണ്. അത്തരം ചിഹ്നങ്ങളിൽ വേണമെന്നുള്ള താല്പര്യം PV അൻവറുമുണ്ട്. പക്ഷേ ഒന്നാമത്തെ ചിഹ്നമായി പ്രയോറിറ്റിയായി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള പൂവും പുല്ലും എന്ന് പറയുന്ന
ഒരു ചിഹ്നമാണ്. അത് തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികം മത്സരിക്കുന്ന ചിഹ്നം. ആ ചിഹ്നത്തിലാണ് പി വി അൻവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അതിന് ഇലക്ഷൻ കമ്മീഷനായിരിക്കും ആ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും വലിയൊരു ശക്തി പ്രകടനമായിക്കൊണ്ട് തന്നെ പി വി അൻവറിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള പ്രകടനം നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും ആരംഭിച്ച് തഹസിൽദാർ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിന്